ഇത് കേട്ടില്ല ഞങ്ങൾ നൗഷാദ് പറയണ്ടേ യൻസിലു റബ്ബുന യദ്ഹഖു റബ്ബുന എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഭാഷാർത്ഥം അവിടെ ഉദ്ദേശമല്ല. ഭാഷാർത്ഥം വിശ്വസിക്കാനും പാടില്ല. ഭാഷാർത്ഥം വിശ്വസിച്ചാൽ അത് കുഫ്റാണ്, സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. നമ്മളതിന് ഭാഷാർത്ഥം പറയുമ്പോൾ അവിടെ വിശദീകരിച്ച് കൊടുക്കണം എന്നല്ലേ പറഞ്ഞേ. എന്നാ കാട്ടുകള്ളം സമത് പറഞ്ഞേട്ടോളി, തനിച്ച കുഫ്രിയത്ത് പറഞ്ഞേട്ടോളി. ഒരു വിശദീകരണം അവിടെ ഇല്ല. ഓനെ അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം യദ്ഹഖു റബ്ബുന എന്ന് പറഞ്ഞല്ലോ, അത് വിശദീകരിക്കണം എന്ന് പറഞ്ഞല്ലോ. അത് മുതശാബിഹായ വാചകാണ്. യൻസിലു റബ്ബുന എന്ന് പറഞ്ഞാലും യദ്ഹഖു റബ്ബുന എന്ന് പറഞ്ഞാലൊക്കെ അതിന്റെ ഭാഷാർത്ഥം അവിടെ ഉദ്ദേശമില്ല. അള്ളാഹിനോട് യോജിച്ചൊരർത്ഥം അവിടെ വെച്ചു കൊടുക്കണം, അത് വിശദീകരിച്ചു കൊടുക്കണം എന്നല്ലേ പറഞ്ഞേ. എന്നാൽ ഈ കാട്ടുകള്ളം സമത് അവിടെ വിശദീകരിക്കണ്ടോ? ആ ക്ലിപ്പ് ഒന്ന് കണ്ടോളി, ഞാൻ ഞങ്ങൾ പറഞ്ഞുതരാം ബാക്കി. പച്ച കുഫ്രിയത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. വഹാബികൾ പറഞ്ഞ അതേമാതിരി വഹാബികൾ പച്ചയായിട്ട് അർത്ഥം പറഞ്ഞിട്ട് അതായിട്ട് പറയലാണല്ലോ, ജനങ്ങളെ വിശ്വസിപ്പിക്കലാണല്ലോ. എന്ന അതേ ശൈലി കണ്ടോളി, ഒരു വിശദീകരണവും ഇല്ല. റസൂലുള്ള ചിരിക്കും, അള്ളാഹ് ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞു കേട്ടോളി. സമത് പച്ച കുഫ്രല്ലോടോ, അത് സൃഷ്ടികളോട് തുല്യപ്പെടുത്തലല്ലേ. എന്നിട്ട് ഇപ്പം നമുക്ക് പഠിപ്പിച്ചാൽ വന്നിക്കണ്ടേ, അത് കണ്ടോ? റസൂലിനെ വിശ്വസിച്ചവരായ നമ്മൾ ചില ആളുകളും റസൂൽ അങ്ങനെ കളിക്കോ എന്നൊക്കെ ചോദിക്കും. റസൂൽ അങ്ങനെയൊക്കെ കളിക്കും, റസൂൽ ചിരിക്കും. ചിരിച്ച സംഭവങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ള വരെ വല്ലാതെ ചിരിക്കുമല്ലോ. അള്ളാന്റെ ചിരിനെ പറ്റി പറഞ്ഞ സമയത്ത് ഒരിക്കൽ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ അള്ള ചിരിക്കുവോ? അപ്പൊ റസൂൽ പറഞ്ഞ, എന്താ ചിരിക്കാതെ? ലൻ ആദമ റബ്ബൻ യദ്ഹഖു ഖൈറ. ഒരു സന്തോഷിക്കേണ്ട കാര്യം കണ്ടിട്ട് ചിരിക്കാത്ത ഒരു റബ്ബൊന്നും ഞമ്മക്കില്ല. അങ്ങനത്തെ റബ്ബിന്റെ ആവശ്യമില്ല. നമ്മളെ റബ്ബ് ഇതിനൊക്കെ ചിരിക്കണ റബ്ബാണ്. അല്ലാഹ് എന്നത് സൃഷ്ടികളോട് പൂർണ്ണമായി വ്യത്യസ്തനാണ്. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ തുലാഖി. നിരുപാധികം റബ്ബിനോട്, റബ്ബ് സൃഷ്ടികളോട് വ്യത്യസ്തനാണ്. ഒരു തർക്കവുമില്ല. അതിന്റെ അർത്ഥം പ്രയോഗത്തിൽ അങ്ങനെ നടത്തരുത് എന്നാണോ മുസ്ലിയാക്കന്മാരെ? ഹദീസിൽ കാണുന്നു, യദ്ഹഖു റബ്ബുന, റബ്ബ് ചിരിക്കുന്നു. യൻസിലു റബ്ബുന, റബ്ബ് ഇറങ്ങുന്നു. എത്ര പ്രയോഗം! ഈ പ്രയോഗങ്ങൾക്ക് അർത്ഥം പറയുമ്പോ അവിടെ വിശദീകരിച്ചു കൊടുക്കും. അത് സൃഷ്ടികൾ ചെയ്യുന്നത് പോലെയല്ല, അള്ളാഹുവിനോട് യോജിച്ചൊരർത്ഥം അതിന് വെച്ചു കൊടുക്കണം. ഇത് പച്ചയായ കുഫ്ര. റസൂലുള്ള ചിരിക്കും, റസൂലുള്ള കളിക്കും, റസൂലുള്ള ചിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇത് കൊണ്ടുവരണ്ടേ. റസൂലുള്ളാന്റെ ചിരി, റസൂലുള്ള സൃഷ്ടിയല്ലേ, ആ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുകയാണ്. പിന്നെ അള്ളാന്റെ ചിരിന, അള്ളാന്റെ ചിരി റസൂലുള്ളാന്റെ ചിരി ഒരേ മാതിരിയാ. കാട്ടുകള്ളൻ സമതേ, എന്റെ നൗഷാദ് എന്താ പറഞ്ഞേ? യദ്ഹഖു റബ്ബുന എന്ന് കണ്ടാൽ അവിടെ വിശദീകരണം കൊടുക്കണം, അള്ളാഹിനോട് യോജിച്ച അർത്ഥം കൊടുക്കണം. എന്താ അർത്ഥം കൊടുത്തേ? ഇത് വഹാബി ശൈലിയല്ലേ? അടുത്ത വഹാബി നിങ്ങളാണോ, നിങ്ങളുടെ വഹാബിസം പ്രചരിപ്പിക്കണ്ടേ. പിന്നെ മുതശാബിഹായ ആയത്തുകൾക്ക് വഹാബികൾ അർത്ഥം പറയുമ്പം അത് വിശ്വസിക്കണം എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ എന്താ അധികാരമുള്ളത്? വഹാബി അള്ളാഹ് ഇറങ്ങും യൻസിലു റബ്ബുന എന്ന് പറഞ്ഞല്ലോ നൗഷാദേ. അതേമാതിരി ആകാശത്തിലുള്ള റബ്ബ് എന്നൊക്കെ അർത്ഥം വരുന്ന വാചകങ്ങളുണ്ടല്ലോ, പോലെ അള്ളാഹ് ആകാശത്തിലാന്ന് പറയാന് അതാ കൊണ്ടുവരല്ലേ തെളിവ്. അപ്പം അവിടെ അതല്ല ഉദ്ദേശം, അതിന്റെ മുറാദ് അതല്ല. ആകാശത്തിന്റെ അധിപനായ അള്ളാഹു എന്ന വ്യാഖ്യാനം അള്ളാഹിനോട് യോജിച്ച, അതേപോലെ യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ശക്തി, അള്ളാഹിന്റെ അധികാരം എന്നാണ് വ്യാഖ്യാനം കൊടുക്കണം. അള്ളാഹിന്റെ കയ്യിൽ നിന്ന് അർത്ഥം വെക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. അവിടെ വിശദീകരണം വേണ്ടേ? എന്നതുപോലെ നൗഷാദ് പറഞ്ഞല്ലോ, യദ്ഹഖു റബ്ബുന എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചിരിക്കും, അള്ളാഹ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അവിടെ മുറാദ് വേറെയാണ്. അള്ളാഹിനോട് യോജിച്ച സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ കാട്ടുകള്ളൻ സമത് കൊണ്ടുകൊണ്ട്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കുകയാണ് ആളുകളെ. അവിടെ ഒരു വിശദീകരണം ഇല്ല. എടുത്തു നോക്കി, ഇന്റെ അടുത്തുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നിട്ട് പച്ച കുഫ്രിയത്ത് പ്രചരിപ്പിക്കുക. ഇതേമാതിരി വടിത്തങ്ങളും പറഞ്ഞേ, വടിത്തങ്ങൾക്ക് ഇസ്തിലാഹ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കാട്ടുകള്ളൻ സമതിന് എന്ത് ഇസ്തിലാഹുള്ളത്? പറയണങ്ങളെ ഈമാരി കുഫ്രിയത്ത് ഇവിടെ പ്രചരിപ്പിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നൗഷാദിന്റെ വ്യാഖ്യാന പ്രകാരം ഇതിന് വ്യാഖ്യാനം കൊടുക്കണ്ടേ? എവിടെ കൊടുക്കാഞ്ഞ്? എന്നിട്ട് സൃഷ്ടികളോട് തുല്യപ്പെടുത്തുക. അള്ളും ചിരിക്കും, സൃഷ്ടികളും ചിരിക്കും. അപ്പൊ സാധാരണക്കാരെന്താ വിചാരിച്ചാല്, നമ്മളൊക്കെ ചിരിച്ചമായി തന്നെ
അല്ല ചിരിക്കുന്നു പറഞ്ഞാൽ ചിരിക്കാൻ അവയവം വേണ്ടടോ. അള്ളാഹ്ക്ക് അവയവം ഉണ്ടോ? അല്ല ചിരിക്കുന്നു പറഞ്ഞാൽ അള്ളാഹ്ക്ക് അവയവം ഉണ്ട് എന്നൊന്നില്ലേ? അള്ളാഹ്ക്ക് അവയവം ഉണ്ട് എന്ന് പറഞ്ഞാൽ കുഫറല്ലേ? ആരോട് അതൊക്കെ പറയണ്ടേ? എന്നിട്ട് ഇവരൊക്കെ നമ്മളെ ദീൻ പഠിപ്പിച്ച് നടക്കണ്ടേ? ഈ മൊയന്താള്, ഈ സമതും ഈ നൗഷാദും ഈ കുഞ്ഞേമൊക്കെ ഒക്കെ ഈ ജാതി കുഫ്രിയത്തും പറഞ്ഞ് നടക്കണ ഇവര് നമ്മളെ ഉസ്താദ്മാരെ പഠിപ്പിച്ചാൽ നടക്കുക. അല്ല ഇതിനെപ്പറ്റി നിലപാട് പറയടോ. ഇങ്ങനെ നോക്കിക്കാണ് പണ്ടൊരു പാട്ട് വന്നിരുന്നു, ആരാ പടച്ചോനെന്നൊക്കെ ചോദിച്ചു. അതിനാദ്യം വിമർശിച്ചത് നമ്മളാ. അങ്ങനെ പാടാൻ പാടില്ല എന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത്. മൗലാന എന്ന് പറയാമെങ്കിൽ ഖാലിഖ് എന്നതിന്റെ അർത്ഥമായി വരുന്ന പടച്ചോൻ, അത് പദം എന്ന നിലക്ക് പ്രയോഗിക്കുന്നതിൽ എന്താ പ്രശ്നം? പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ ദജ്ജാലെ ഈ പാട്ടിറങ്ങിയ സമയത്ത് നീ അതിനെ എതിർത്തത്? കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. കർശനമായി പറയുന്നു, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നു. ബൂസൂരി ഇമാം ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്, നസ്വാറാക്കൾ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ പറയരുത്, അതിനോട് സാമ്യമുള്ളതുപോലെ ഞങ്ങൾ പറയില്ല, അതുകൊണ്ട് ഞങ്ങളെ ഇതും പറഞ്ഞു പേടിപ്പിക്കണ്ട എന്ന് അന്ന് പറഞ്ഞ് ഈ പാട്ടിനെ തള്ളിക്കളഞ്ഞത് എന്തിനാ? അന്നേ പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ പറയണതിന് പ്രശ്നമൊന്നുമില്ല എന്ന്. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമില്ലാതായത്? എന്തുകൊണ്ടാ പ്രശ്നമില്ലാതായത്? പേരോട് ഉസ്താദിനെ കുറിച്ച് മൗലാന എന്ന് പറഞ്ഞു. പേരോട് ഉസ്താദിനെ സ്നേഹിക്കുന്നവർ ഉസ്താദിനെ മൗലാന എന്ന് വിളിച്ചു. അപ്പൊ പിന്നെ പ്രശ്നമാക്കണ്ടേ? കാരണം ലക്ഷ്യം എന്താണ്? പേരോട് ഉസ്താദിനെ 4 ആളുകളുടെ മുമ്പിൽ നാഴികയ്ക്ക് 40 വട്ടം ചീത്ത വിളിക്കുക, തെറി പറയാ, വഹാബിയാക്കുക. അതല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, കുഴഞ്ഞു കിടക്കണ വാപ്പ. എത്ര കൃത്യമായിട്ടാണ് നൗഷാദെ ആ വിഷയം ഞാൻ ഖണ്ഡിച്ചത്. അതിന്റെ മുശബ്ബഹ് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു, ഞാൻ അത് അംഗീകരിച്ചു. അതിന്റെ മുശബ്ബഹു ബിഹി അതും നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു, അതും ഞാൻ അംഗീകരിച്ചു. അതിന്റെ വജുഹുശബഹും നീ പറഞ്ഞു, ഞാൻ അംഗീകരിച്ചു. അത് വെച്ച് നോക്കുമ്പോ പേരോട് ഉസ്താദ് കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോടല്ല തിരുനബിയെ ഉപമിച്ചത് എന്ന് വ്യക്തമായിട്ട് പോലും, അത് നിനക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും ഇപ്പോഴും നീ ആ തോന്നിയാസം പറഞ്ഞുകൊണ്ട് നടക്കല്ലേ? നിങ്ങളുടെയൊക്കെ ലക്ഷ്യം ബഹുമാനപ്പെട്ട ആ പണ്ഡിതനെ ആക്ഷേപിക്കുക എന്നതാണ്. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ പാട്ട് പാടുന്ന ഉസ്താദുമാരോട് നമുക്ക് പറയുന്നത്, മടവൂർ ശൈഖിനെ കുറിച്ചാണോ നിങ്ങൾ പാടുന്നത്? ധൈര്യത്തിൽ പാടിക്കോളൂ. ആ പാട്ടിനെ ശറഅ അനുസരിച്ച് സ്ഥിരീകരിക്കാൻ സാവിയത്ത് സൂഫിയ ഉണ്ട്. ആരെയും ഭയപ്പെടേണ്ടതില്ല. കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും, ഇവിടെ അങ്ങനെയും പറയും. അതാണ് ഞങ്ങള്. നമ്മൾ പാട്ടിനെ കുറിച്ചുള്ള നിലപാടും പറഞ്ഞു. ആരോ പാടിയാ ഞങ്ങളതിന് ഉത്തരവാദിയൊന്നുമല്ല. കുഴപ്പമാക്കണ്ട. ഞാനങ്ങനെ 2 സ്ഥലത്ത് 2 തന്നെയാണ് പറയല്. ഇത് ശരിയാവില്ല, ഇത് നിലപാടില്ല എന്നാ പറഞ്ഞത്. നിലപാട് ഒറ്റ നിലപാടേ ഉള്ളൂ. എന്താ അറിയോ? മശായിഖ് പറഞ്ഞ് നടപ്പിലാക്കുക, അതാണ് നിലപാട്. നമുക്കതിൽ നിലപാടില്ല. ഉസ്താദിനോട് മുട്ടാൻ പറ്റിയ ആൺകുട്ടികൾ ആരടാന്നുള്ളത് വരി. ചൂടായിട്ട് നമുക്കൊക്കെ പാടെ അങ്ങോട്ട് പോവാണ്. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കണ